ഹായ് ഹലോ. ഇന്നൊരു സന്തോഷം നിറഞ്ഞ രാവിലെയാണ്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മംഗലാപുരത്ത് എൻ്റെ ആൻറ്റിയുടെ മോളുടെ പിറന്നാളിന് പോകുന്നതാണ്. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. രാവിലെ ദോശയാണ് ആക്കിയത്. മെയിനായിട്ട് മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശ വേഗം വേഗം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ഉയർച്ച എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരൂ. പിന്നെ ഞാൻ ചമ്മന്തിക്ക് വേണ്ട തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. ചമ്മന്തിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇടുന്നില്ല. ഉള്ളിയും പിന്നെ പച്ചമുളക് ഇടുന്നില്ല. അതിന് പകരം മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഇഞ്ചി ഇടുന്നുണ്ട്, കുറച്ച് പുളി ഇടുന്നുണ്ട്, പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുത്തെങ്കിൽ അരച്ചെടുത്തെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തെങ്കിൽ ചമ്മന്തി റെഡിയാവും. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാണ്ട്. അങ്ങനെ അതിൻ്റെ കുറവെല്ലാം ഉണ്ടാവും. കാരണം എനിക്ക് പോകുന്ന തിരക്കും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാനില്ല. വോയിസ് ഓവർ കൊടുക്കണ്ടേ, അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ലായിരുന്നു. അങ്ങനെയാണ്. ഇതിനും വലിയ ടാസ്ക് എന്തെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾ ജീപ്പാണ് കുഞ്ഞിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നതാണ് ടാസ്ക്. ജീപ്പ് എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ട്രെയിനിലാണ് കൊണ്ടുപോകേണ്ടത്. അതാണ് വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഫുള്ളായിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ചെയ്യാനും. അതിന് മുമ്പ് തന്നെ ഞാൻ ചിയാ സീഡ് വെള്ളം കുടിച്ച് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ തുടങ്ങുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാമല്ലോ. ദോശയും ചമ്മന്തി എല്ലാം കഴിച്ച് നല്ലതുപോലെ കഴിച്ച്. പിന്നെ കുറേ പണിയുണ്ട്. അലക്കണം, വൃത്തിയാക്കണം, പാക്കിങ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞാൻ അലക്കെല്ലാം ആറിയിട്ട് അതിനുശേഷം ഞങ്ങൾ റെഡിയായിട്ട് പോയി റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. ഇതാണ് വണ്ടി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.